പറഞ്ഞേ കേക്കട്ടെ. എന്തുവാണ് ഈ ഹ്യൂമൻ റൈറ്റ്? പോയാ ആരുമില്ലേ? പറയേ, എന്തുവാ ഈ ഹ്യൂമൻ റൈറ്റ്? ഞാൻ പറയുന്നത് കേൾക്കാമോടാ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമോ? ഏത് ചാപ്റ്റർ ആണ് ഇന്ന് എടുക്കണേ? അടിപൊളി. ഇന്ന് 25-ാമത്തെ ചാപ്റ്ററാ. 25-ാമത്തെ ചാപ്റ്റർ നമ്മള് ആ ഒരു ഓർഡറിലാ പോകുന്നത്. ആദ്യം 23 ആയിരുന്നു, 25-ാമത്തെ ചാപ്റ്റർ. ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, ഇന്ന് 25-ാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റൈറ്റ്. ഓക്കെ, അപ്പൊ എന്തോന്നാണ് ഹ്യൂമൻ റൈറ്റ്? പറഞ്ഞേ കേക്കട്ടെ. എന്താണ് ഹ്യൂമൻ റൈറ്റ്? മനുഷ്യാവകാശങ്ങൾ. ഓക്കെ, മനുഷ്യാവകാശം. പറഞ്ഞ വിവരാവകാശം എന്നുള്ള രീതിയിലല്ലേ? മനുഷ്യാവകാശങ്ങളാണ്. അപ്പം അതേന മനുഷ്യാവകാശം. അപ്പം എന്തൊക്കെയാണ് ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള എന്താ റൈറ്റ്സ് എന്തൊക്കെയാണ്? പറഞ്ഞേ കേക്കട്ടെ. എന്തൊക്കെ റൈറ്റ് ആണുള്ളത് ഒരു മനുഷ്യന്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശമുണ്ട്. പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. പിന്നെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. പിന്നെ ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം. ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശങ്ങൾ. പിന്നെ ബാക്കി ആളുകൾ പറയൂ. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മുടെ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് മെസ്സേജ് എങ്കിലും ചെയ്യണം കേട്ടോ. ക്ലാസ്സിൽ ഓൺ ആയിട്ടിരിക്കണേ കേട്ടോ. അപ്പം തുടങ്ങാനല്ലേ? മിസ്റ്റർ ട്രെൻഡിങ് എന്ന് പറഞ്ഞ ആള് മൈക്ക് ഒന്ന് ഓഫ് ചെയ്താൽ കൊള്ളായിരുന്നു. കൊള്ളാലോ മിസ്റ്റർ ട്രെൻഡിങ്. അല്ല, ട്രേഡിങ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, മാനുഷിക അവകാശം. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാലോ അല്ലേ? എവിടെ വെച്ച് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാതെ വരാ? ഓക്കെ, എവിടെ വെച്ചിട്ട് കേൾക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ പറയണം കേട്ടോ. റിഫ്ത, ഓക്കെ, ക്യാമറ ഓഫ് ചെയ്താക്ക കേട്ടോ. സോ ഓക്കെ, ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ റൈറ്റിന്റെ എന്തൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ് ഒക്കെയാണ് നോക്കാൻ പോകുന്നത്, അതായത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം എന്തൊക്കെയായിരിക്കും ഒരു ഹ്യൂമൻ റൈറ്റിന്റെ കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്? പറഞ്ഞേ കേക്കട്ടെ. എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റിന്? നിങ്ങൾ നോക്കിയതല്ലേ? ഹലോ, എങ്ങനെ മാം? എന്ത് നോക്കിയതല്ലേ എന്നാ പറഞ്ഞ മനസ്സിലായിട്ടില്ല. അതായത് ലൈക്ക് ഈ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒക്കെ ഒന്ന് വായിച്ചതല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. ഇല്ല, ഈ ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ. ഓക്കെ, ഫൈൻ. അപ്പോ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. അപ്പം നമ്മുടെ ഹ്യൂമൻ റൈറ്റിന്റെ കൺസെപ്റ്റ്സിനെ പറ്റിയിട്ടാണ് നോക്കാനുള്ളത്. നമുക്ക് 4 കൺസെപ്റ്റ് ആണ് ഉള്ളത്. ഒന്നാമതെന്ന് പറയുന്നത് ക്ലാസിക്കൽ കൺസെപ്റ്റ് ആണ്. രണ്ടാമത് വരുന്നത് ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് റൈറ്റ് ആണ്. മൂന്നാമത് വരുന്നത് കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ് ആണ്. നാലാമത് വരുന്നത് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ്. ഈ 4 റൈറ്റ്സ് ആണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റിൽ പറയുന്നത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പം ഒന്നാമത്തെ റൈറ്റ് എന്ന് വെച്ചാൽ ക്ലാസിക്കൽ റൈറ്റ് ആണ്. അപ്പൊ ക്ലാസിക്കൽ റൈറ്റ് എന്താന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഉൾപ്പെടുത്തുള്ളതെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ, അതായത് പൊളിറ്റിക്കലും അതേപോലെ തന്നെ സിവിലുമായിട്ടുള്ള കുറച്ച് അവകാശങ്ങളാണ് ഈ ഒരു ക്ലാസിക്കൽ എന്ന് പറഞ്ഞ ആ ഒരു റൈറ്റിൽ വരുന്നത്. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, ഞാൻ വ്യക്തമാക്കി തരാം, വിട്ടില്ല. അപ്പോ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റില് 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം വരുന്നത് ക്ലാസിക്കൽ എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആണ്. ക്ലാസിക്കൽ റൈറ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പൊളിറ്റിക്കലും സിവിലുമായിട്ടുള്ള മനുഷ്യന്റെ പൊളിറ്റിക്കൽ റൈറ്റും അതേപോലെ തന്നെ മനുഷ്യന്റെ സിവിൽ റൈറ്റും ആണ് ഈ ഒരു ക്ലാസിക്കൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊളിറ്റിക്കലും സിവിൽ റൈറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക്
നമുക്ക് ഒരാളെയും അവരുടെ കളറിന്റെ പേരിലോ സെക്സിന്റെ പേരിലോ ലാംഗ്വേജിന്റെ പേരിലോ ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. മനസ്സിലായോ? ഇപ്പോ നമുക്കറിയാം ട്രെൻഡിങ് ആയിട്ട് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാഭവൻ മണിയുടെ എന്താ സഹോദരനെ കളറിന്റെ പേരിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ക്ലാസിക്കൽ കൺസെപ്റ്റിൽ വരുന്നത് നമ്മൾ ഒരിക്കലും ഒരാളുടെ ഒരു ആളെ കളറിന്റെ പേരിലോ അതേപോലെ തന്നെ ആൺകുട്ടി പെൺകുട്ടി സെക്സിന്റെ പേരിലോ അതേപോലെ തന്നെ അവരുടെ ലാംഗ്വേജിന്റെ പേരിലോ ഒരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റിന്റെ ക്ലാസിക്കൽ റൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഹെഡിങ്ങിൽ വരുന്നത്. ക്ലാസിക്കൽ റൈറ്റ് ക്ലിയർ ആയോ? ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റിന്റെ ഫസ്റ്റ് റൈറ്റ് ആണ് ക്ലാസിക്കൽ റൈറ്റ്. ഈ ക്ലാസിക്കൽ റൈറ്റിൽ എന്താണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പൊളിറ്റിക്കൽ ആയിട്ടും സിവിൽ ആയിട്ടുമുള്ള റൈറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ക്ലാസിക്കൽ റൈറ്റിൽ വരുന്നത്. എന്തോന്നാണ് പൊളിറ്റിക്കലും സിവിൽ ആയിട്ടുള്ള റൈറ്റ് എന്ന് ചോദിച്ചാൽ ഒരാളെ നമ്മൾ അയാളുടെ കളറിന്റെ പേരിലോ അയാളുടെ സെക്സിന്റെ പേരിലോ, അതായത് നീ പെണ്ണാണ് നീ ആണാണ് പെൺകുട്ടികൾ അത് ചെയ്യാൻ പാടില്ല ആൺകുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയോ അതേപോലെ തന്നെ അയാളുടെ ലാംഗ്വേജിന്റെ പേരിലോ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. മലയാളം അത്യാവശ്യം നന്നായിട്ട് അറിഞ്ഞുകൂടാതെ മലയാളം ഇംഗ്ലീഷും നമ്മൾ മിക്സ് ചെയ്ത് സംസാരിക്കുന്ന ആളുകൾ ഒരിക്കലും അയാളുടെ ലാംഗ്വേജിന്റെ പേരിൽ നമുക്ക് കളിയാക്കാനായിട്ടോ അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറയുന്നു അയാൾ ഇങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് കളിയാക്കാനായിട്ടുള്ള അവകാശം ഇല്ല. ഇങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ പോയിട്ട് സുപ്രീം കോടതി പോയിട്ട് എന്റെ സെക്സിന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ കളറിന്റെ പേരിൽ അല്ലെങ്കിൽ എന്റെ ലാംഗ്വേജിന്റെ പേരിൽ ഇന്ന ആൾ എനിക്ക് എന്നെ കളിയാക്കി അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് ക്ലാസിക്കൽ റൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഹലോ പോയാ? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വരുന്ന രണ്ടാമത്തെ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് റൈറ്റ്. ഫണ്ടമെന്റൽ ആയിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ പ്രാഥമികമായിട്ടുള്ള അവകാശങ്ങൾ അയാളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് കാര്യങ്ങളാണ് ഈ ഒരു ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് റൈറ്റിൽ വരുന്നത്. എന്തോന്നാണ് ഒരാളുടെ പ്രാഥമിക അവകാശങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് പറയാം റൈറ്റ് ടു ഫ്രീഡം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള റൈറ്റ്. ഇപ്പൊ കേരളത്തിലിരിക്കുന്ന ആൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിൽ പോകാം, നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇങ്ങനെയുള്ള നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റിനെയാണ് ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് റൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ, ഇന്ത്യയിൽ എവിടെയും പോകാനുള്ള റൈറ്റ്. രണ്ടാമത്തെ കാര്യം അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെയുള്ള റൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബേസിക് റൈറ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല വേറെ കുറെ കാര്യങ്ങളും കൂടെ ഉണ്ട്. വേണമെന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളിനാണ് ഞാൻ ഈ 2-3 കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തപ്പിയാൽ കിട്ടും. അപ്പം ഇതാണ് ഫണ്ടമെന്റൽ ആൻഡ് അയാളുടെ ബേസിക് റൈറ്റ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഇതിൽ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ച കാര്യങ്ങളെല്ലാം ഇതിൽ വരുമല്ലോ. അതെ, ഫണ്ടമെന്റൽ ആണ് ബേസിക് റൈറ്റിൽ എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള അയാളുടെ അവകാശങ്ങൾ. ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, ഇഷ്ടമുള്ള പോലെ സംസാരിക്കാം, ഒക്കെ ചെയ്യാം. ഇങ്ങനെ നമ്മളിപ്പോ ചെയ്യുന്ന സമയത്ത് ലൈക്ക് ആരെങ്കിലും വന്നിട്ട് ഇപ്പൊ ഞാൻ പോകുന്ന സമയത്ത് നിനക്ക് അവിടെ പോകാൻ പാടില്ല, നിനക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല, നീ ഇന്ന കാര്യം പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെതിരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. കാരണം എന്റെ ഫ്രീഡത്തെയാണ് അയാൾ ഇവിടെ ചോദ്യം ചെയ്തത്. എനിക്ക് പുറത്തു പോകാനുള്ള അവകാശമുണ്ട്, അപ്പൊ എന്റെ ഫ്രീഡത്തെയാണ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ ഈ പെരുമർത്തമല അയ്യോ എന്താ ഒരു മിനിറ്റ് ഞാൻ ആലോചിച്ചോട്ടെ. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, മറന്നുപോയതാ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബേസിക് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്. ഇത് രണ്ടും ക്ലിയർ ആയാലോ? മറ്റേ ഞാൻ ഓർത്തിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്നാലും പറഞ്ഞുതരാം. ക്ലിയർ ആയാലോ രണ്ടും? ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? നിങ്ങൾ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ, സംസാരിക്കണം കേട്ടോ. വേറൊന്നും അല്ല, എനിക്ക് അറിഞ്ഞൂടാ, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ സംസാരിക്കണം. ചിലപ്പം നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണോ അങ്ങനെ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് വീണ്ടും വീണ്ടും കേട്ടോ. എല്ലാവർക്കും സംസാരിക്കാൻ അവകാശമുണ്ട്. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ റൈറ്റ് എന്ന് വെച്ചാൽ കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്. കളക്റ്റീവ് റൈറ്റും ഇൻഡിവിജ്വൽ റൈറ്റും. കളക്റ്റീവ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എന്തെങ്കിലും സോഷ്യൽ ആയിട്ടുള്ള പരിപാടിയോ എക്കണോമിക്കലായിട്ടോ കൾച്ചറായിട്ടോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം, അതായത് പങ്കെടുക്കാനുള്ള അവകാശം.
എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു മീറ്റിംഗ് വെച്ചേക്കാണ്, ഒരു പാർട്ടി മീറ്റിംഗ് ആയാലും ശരി, ഒരു കല്യാണം ആയാലും ശരി, അതേപോലെ തന്നെ ഈദിന്റെ ലഞ്ച് ആയാലും ശരി, അങ്ങനെയുള്ള പബ്ലിക് ആയിട്ടുള്ള എല്ലാ പരിപാടികൾക്കും നമുക്ക് എന്താണ് പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ, അതായത് പങ്കെടുക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ കളക്റ്റീവ് എന്ന് പറയുന്നത്, കളക്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. കളക്റ്റീവ് റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ എക്കോണമിക്കലി കൾച്ചറലി ആയിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കളക്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് വെച്ചാൽ അയാളുടെ സ്വന്തം, നമ്മൾ പറഞ്ഞ റൈറ്റ് ടു ലൈഫ്, അതായത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് എന്താണ് അയാളുടെ സ്വന്തമായിട്ടുള്ള എന്താണ് അയാളുടെ സ്വന്തം പേഴ്സണൽ റൈറ്റും കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് റൈറ്റ് ടു ലൈഫ്, അയാൾക്ക് എന്താണ് ജീവിക്കാനുള്ള അവകാശം. അപ്പൊ കളക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടമായിട്ടുള്ളതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റൈറ്റ് ആണ് പറയുന്നത്. അപ്പം കൂട്ടായിട്ടുള്ള റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ആയിട്ടോ എക്കോണമിക്കൽ ആയിട്ടോ കൾച്ചർ ആയിട്ടോ എന്തെങ്കിലും ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് വെച്ചാൽ ഒരാളുടെ റൈറ്റ് ടു ലൈഫ്, അയാളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. പേഴ്സണൽ റൈറ്റ് ടു ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കളക്റ്റീവ് റൈറ്റും ഇൻഡിവിജ്വൽ റൈറ്റും മനസ്സിലായോ? ഹലോ, യെസ് മാം മനസ്സിലായി. ഓക്കെ മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് ആരെങ്കിലും ചാറ്റ് ചെയ്യുന്നുണ്ടോന്ന് നോക്കട്ടെ. ഒരു മിനിറ്റ്, ഒരാൾ ആരെങ്കിലും ചാറ്റിങ്ങിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ആരുമില്ല. ഇനി അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ 3 റൈറ്റ് കഴിഞ്ഞ് ഈ അടുത്തുള്ള 4ാമത്തെ റൈറ്റ് ആണ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ്. എന്താണ് ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷൻ റൈറ്റ്? നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത്? പാരമ്പര്യമായിട്ടുള്ള എല്ലാ ആദ്യം ഞാനും അതെന്നാ വിചാരിച്ചത്, പക്ഷെ അതല്ല. അത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൈറ്റ് ടു ലൈഫ്, അതേപോലെ തന്നെ പേഴ്സണൽ സേഫ്റ്റി, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഒരാളുടെ പേഴ്സണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് റൈറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ റൈറ്റ് ടു ലൈഫ്, അയാളുടെ സേഫ്റ്റി, അതേപോലെ തന്നെ അയാളുടെ പ്രോപ്പർട്ടിയുടെ മേലുള്ള അവകാശം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞതിൽ വരുന്നത് കേട്ടോ. ഫസ്റ്റ് റൈറ്റ് മനസ്സിലായോ? അയാളുടെ ഒരു മനുഷ്യന്റെ പേഴ്സണൽ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പൊ സുമയ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ എന്താണ് റൈറ്റ് ടു ലൈഫ് ആയാലും ശരി, റൈറ്റ് ടു ആ കുട്ടിയുടെ എന്താ സേഫ്റ്റി ആയാലും ശരി, ആ കുട്ടിയുടെ പ്രോപ്പർട്ടിന്മേലുള്ള അവകാശം ആയാലും ശരി, അതെല്ലാം വരുന്നതാണ് എന്താണ് ഫസ്റ്റ് റൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോടാ? രണ്ടാമത്തെ റൈറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡറി റൈറ്റ്. സെക്കൻഡറി റൈറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യോ എക്കോണമിക്കൽ റൈറ്റ്, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന എന്താ ഇപ്പൊ ഫ്രീഡം ഓഫ് അസോസിയേഷൻ ആയാലും ശരി, ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആയാലും ശരി, നമുക്കൊരു അങ്ങനെയുള്ള റൈറ്റ് ആണ് സെക്കൻഡറി റൈറ്റ്. സെക്കൻഡറി റൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് അസോസിയേഷൻ, നമുക്കൊരു അസോസിയേഷൻസ് രൂപീകരിക്കാം, അതേപോലെ തന്നെ അങ്ങനെയുള്ള സംഭവമാണ്. അതൊരു സോഷ്യോ എക്കോണമിക്കൽ റൈറ്റ് ആണ്. നമ്മുടെ റൈറ്റ് ആണ് ആ ഒരു അസോസിയേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം രൂപീകരിക്കാനുള്ള റൈറ്റ് ആണ് സെക്കൻഡറി റൈറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി റൈറ്റ് ഓക്കെ ആയോ? ഓക്കെ. ഇനി നമുക്ക് തേർഡ് ജനറേഷൻ റൈറ്റ്. തേർഡ് ജനറേഷൻ റൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐക്യദാർഢ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് നമ്മൾ എല്ലാവരും ഒന്നാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഈ ഒരു തേർഡ് ജനറേഷൻ റൈറ്റിൽ വരുന്നത്. അതായത് നമ്മൾ ഒരിക്കലും ഒന്നിന്റെ പേരിലും ആരെയും ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. കളറിന്റെ പേരിലായാലും ശരി, കാസ്റ്റിന്റെ പേരിലായാലും ശരി, ഒന്നിന്റെ പേരിൽ നമ്മൾ എന്താണ് ഒരാളെയും എന്താണ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാനായിട്ട് പാടില്ല. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും, പിന്നെ അതേപോലെ തന്നെ എന്താണ് നമ്മുടെ എൻവയോൺമെന്റ് നല്ല ഹെൽത്തി എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷനും അതേപോലെ തന്നെ നമുക്കൊരു പീസ്, സമാധാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എന്താണ് തേർഡ് ജനറേഷൻ റൈറ്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഐക്യദാർഢ്യമാണ്. അതായത് എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. എല്ലാവരും ഒന്നാണ്, എല്ലാവർക്കും എന്താണ് സമാധാനം, അതേപോലെ തന്നെ എല്ലാവരും ഒന്നിന്റെ പേരിൽ നമ്മൾ വേർതിരിച്ച് കാണില്ല, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, എൻവയോൺമെന്റലിന്റെ കാര്യം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു തേർഡ് ജനറേഷൻ റൈറ്റിൽ വരുന്നത്. തേർഡ് ജനറേഷൻ റൈറ്റ് മനസ്സിലായോ? എടാ എല്ലാരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ, താങ്ക് യു എടാ. അപ്പൊ നമ്മുടെ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റിൽ വരുന്നത്. ഒന്നാമത് ക്ലാസിക്കൽ റൈറ്റ്. ക്ലാസിക്കൽ റൈറ്റിൽ നമ്മൾ എന്തോന്നൊക്കെയാ പറയുന്നത്? പറഞ്ഞേ കേക്കട്ടെ. ക്ലാസിക്കൽ റൈറ്റിൽ എന്താ പറഞ്ഞേ? പറയൂ. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റിൽ എന്തൊക്കെയാ ഉൾപ്പെടുത്തിയിരിക്കുന്നത്?
ആ പരമായിട്ട് സെക്സ് പരമായിട്ട് അങ്ങനെ ഒരു വേർതിരിവ് അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല. ഓക്കെ ഗുഡ് ഓക്കെ. രണ്ടാമത് വരുന്ന റൈറ്റ് ഏതാണ് പറഞ്ഞേ? ഫണ്ടമെന്റൽ ആൻഡ് ബേസിക് റൈറ്റ്. ഫണ്ടമെന്റൽ ആൻഡ് ബേസിക്. ഓക്കെ. അതെന്താ പറഞ്ഞേക്കുന്നത് പറഞ്ഞേ? നമ്മുടെ ആശയവിനിമയത്തിനുള്ള അവകാശം, പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം എക്സ്പ്രഷൻ ചെയ്യാനുള്ള അവകാശം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനുള്ള അവകാശം. ഗുഡ് പറ. ഓക്കെ, അങ്ങനെയുള്ള അവകാശം. മൂന്നാമത് വരുന്നത് എന്തോന്നാണ്? ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ്. ഓക്കെ. എന്താണ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി? പറഞ്ഞേ. എന്തുവാടാ? റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ. ഓക്കെ. രണ്ടാമത് വരുന്നത് കളക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേനും കളക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേനും കളക്റ്റീവ് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്, അതായത് കൂട്ടായിട്ടും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശം. കൂട്ടമായിട്ടുള്ള അവകാശം എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഒരു സ്ഥലത്ത് പോയിട്ട് അതെ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് നബിദിനം ആയാലും ശരി അങ്ങനെയുള്ള ദിനങ്ങളും കാര്യങ്ങളൊക്കെ വരില്ല. അപ്പൊ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവകാശം, അതേപോലെ ഒരു പാർട്ടി മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോയി പങ്കെടുക്കാനുള്ള അവകാശം. ഇൻഡിവിജ്വൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണൽ റൈറ്റ്. ഇപ്പം അനിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേഴ്സണൽ ലൈഫ്. അപ്പൊ ഇത് രണ്ടുമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇതാണ് പറഞ്ഞേക്കണേ. ഇനി എന്താണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ് പറഞ്ഞേ? പറയടാ. എന്തോന്നാണ് ഫസ്റ്റ് ജനറേഷൻ റൈറ്റ് പറഞ്ഞേ? മലയാളത്തിലായാലും പറഞ്ഞാൽ മതി. നിങ്ങൾ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാനാ ഞാൻ ചോദിക്കുന്നത്. സിവിൽ ആൻഡ് പൊളിറ്റിക്സ് ഫസ്റ്റ് റൈറ്റ് പറയാം. സിവിൽ ആൻഡ് പൊളിറ്റിക്സിന്. ഓക്കെ. സെക്കൻഡ് റൈറ്റിനെ പറ്റി എന്താ എക്കണോമിക് ആൻഡ് കൾച്ചറൽ. ഓക്കെ. തേർഡിൽ എന്താ പറഞ്ഞേക്കുന്നേ? ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ്. അതായത് ഒരു തേർഡ് ജനറേഷൻ റൈറ്റിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഐക്യദാർഢ്യം, അതായത് നമ്മൾ എല്ലാവരും എല്ലാവരും ഒന്നാണ്. ഒരിക്കലും ഒന്നിന്റെ പേരിൽ നമ്മൾ ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ പീസ്, നമുക്ക് സമാധാനത്തിന്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ റൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഞാനിങ്ങനെ നിങ്ങളടുത്ത് ഇങ്ങനെ ചോദിക്കണം, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, നിങ്ങൾക്കത് മനസ്സിലായോ ഇല്ലേന്ന് അറിയാനാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചോദിക്കുമ്പോഴായിരിക്കും റെസ്പോൺസ് കേൾക്കുമ്പോൾ നമുക്കറിയാം. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് ക്ലിയർ ആയല്ലോ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഫൈൻ. എല്ലാരും സംസാരിക്കണം കേട്ടോ. എനിക്ക് എല്ലാരും ഒച്ചയും കേൾക്കണം. പയ്യെ പേരുകൾ പഠിക്കാം. ഓക്കെ. ഇനി നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് എന്താണ് നോക്കാനായിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വേണ്ട, നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് പിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എവിടെ 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞത് തന്നിട്ടുണ്ട് കേട്ടോ. 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ എനി 5 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. 5 മാർക്കിനാണ് തന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ 5 ഫീച്ചേഴ്സ് എഴുതിയിട്ട് അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം കേട്ടോ. ഒരു ഫീച്ചർ എഴുതിയിട്ട് അത് കുറച്ച് ഡോട്ട് ഇട്ടിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ ഈ 5 ഫീച്ചേഴ്സും എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. കേട്ടോടാ? ഇതിനകത്ത് ഞാൻ അതിനകത്തുണ്ട്, കുഴപ്പമില്ല. അപ്പം അത് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ് ഹ്യൂമൻ റൈറ്റിന് ഇമ്പോർട്ടന്റ്. ഇതൊരു ഇതിൽ നിന്ന് എടുത്തതാ. എവിടെ എത്തി? ഓക്കെ. ഇതിൽ അകപ്പടം 4 ഞാൻ കൊടുത്തിട്ടുള്ള കേട്ടോ. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹാവ് റൈറ്റ് ടു സിംപ്ലി ദേ ആർ ഹ്യൂമൻ. അതായത് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ എന്താണ് കാണണം. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഒരു മനുഷ്യനെ ആ മനുഷ്യന്റേതായ രീതിയിൽ തന്നെ നമ്മൾ കാണാനായിട്ട് നോക്കുക. എല്ലാ കാര്യത്തിലായാലും ശരി, അതൊരു മനുഷ്യൻ അല്ലെങ്കിൽ ഇതൊരു ഹ്യൂമൻ ബീയിങ് ആണ് എന്നുള്ളൊരു പരിഗണന എന്താണ് നമ്മൾ കൊടുക്കുക. അതാണ് പറയുന്നത് കേട്ടോ. രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന സാധനം യൂണിവേഴ്സൽ ആണ്. എല്ലായിടത്തും എന്താണ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ
നമ്മുടെ ആളുകളെ ലൈക്ക് എല്ലാരെയും ഈക്വൽ ആയിട്ട് കാണുക, ഈക്വൽ ടു ആൾ എന്ന് പറയുന്നതാണ്. എല്ലാ ആളുകളെയും ഈക്വൽ ആയിട്ട് കാണുക, എല്ലാ ആളുകളെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവര്, പണക്കാര് അങ്ങനെയുള്ള ഒരു വേർതിരിവില്ലാതെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക, ഒരേപോലെ കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാവരുടെ പ്രശ്നങ്ങളും ഒരേപോലെ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ്, എല്ലാവരെയും ഒരേപോലെ കാണുക എന്നുള്ളത് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻഡിവിജ്വൽസിനാണ് ഇവിടെ കൂടുതലായിട്ട് എന്താ ഈ റൈറ്റിൽ മെയിൻ ആയിട്ട് പ്രയോറിറ്റി ഉള്ളത് ഇൻഡിവിജ്വൽസിനാണ്. അപ്പൊ ഇതൊക്കെ ഇൻഡിവിജ്വൽസിന്റെ റൈറ്റും കൂടെയാണ്. ഇതാണ് 8 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയാം. ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പം മെയിൻ ആയിട്ട് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഹ്യൂമൻസ് അതായത് മനുഷ്യരാണ് എന്നുള്ളൊരു പരിഗണന എല്ലാ ആളുകൾക്കും കൊടുക്കുക. എല്ലാ പേർക്കും എന്താണ്, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക. അതേപോലെ തന്നെ എന്താണ്, എല്ലാവരെയും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്താണ്, ഇൻഡിവിജ്വൽസിന് കുറച്ചും കൂടി, ഇൻഡിവിജ്വൽസ് ആണ് അവർക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ഒരു രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ 6 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റിൽ വരുന്നത് കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആ ഒരു 6 പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ 5 ആയാലും ശരി, ആ ക്വസ്റ്റ്യനിൽ കിടത്തേക്കണം. ഇത് ഒരു 2-3 സ്ഥലത്ത് ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ടത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് പഠിക്കുക. എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം ആ ക്വസ്റ്റ്യൻ എന്താ സ്കിപ്പ് ചെയ്യാതെ പോവുക. അതായത് അത് പഠിക്കാതെ ഒരിക്കലും എക്സാമിന് പോവരുത്. എന്ന് വെച്ചാൽ ബാക്കിയൊന്നും പഠിക്കരുത് എന്നല്ല പറഞ്ഞത്, അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോഴേ അത് പഠിച്ചിട്ട് പോവുക. ഇതാണ് 6 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് ക്ലിയർ ആയോടാ, നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് സിമ്പിൾ ആണ് ഈ ടോപ്പിക്. ഒന്നുമില്ല, സിമ്പിൾ ആണ്. കാരണം അത് നമുക്ക് ഒന്ന് വായിച്ചിട്ട് തന്നെ പോയിട്ട് എക്സാമിന് എഴുതാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇതാണ് 6 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. അതിന് പറഞ്ഞ കേക്കട്ടെ, എന്തൊക്കെയാണ് 6 ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ് പറഞ്ഞേ? പറ, ഓരോ ആളുകൾ ഓരോന്ന് വെച്ച് പറ, അല്ലെങ്കിൽ എല്ലാരും പറഞ്ഞു മതി. പറയടാ. ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് യൂണിവേഴ്സൽ. ഓക്കെ. പിന്നെ To their Treat all human. people equal. ആ Treat all people as equal. ഇൻഡിവിജ്വൽ റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻഡിവിജ്വൽ റൈറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തതിലോട്ട് പോവാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളതെന്ന് വെച്ചാൽ മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. ഹ്യൂമൻ റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സപ്പോർട്ടിങ് ആയിട്ട് ചെയ്യുന്ന, അതായത് ഈ ഒരു ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമുക്ക് ഇനി നോക്കാനായിട്ടുള്ളത്. മേജർ ലാൻഡ് മാർക്സ് ഓഫ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റുമായി ബന്ധപ്പെട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണുള്ളത്. അതിൽ കുറെ ഉണ്ട്, ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കണമെന്നുണ്ട്, ടൈം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാം കേട്ടോ. അപ്പൊ ഓക്കെ, ഒന്നാമത് വരുന്നത് 1215 മാഗ്ന കാർട്ട. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു മാഗ്ന കാർട്ട എന്ന് പറയുന്ന സാധനം സപ്പോർട്ട് ചെയ്തേക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നമ്മുടെ ഫ്രീഡം തുടങ്ങിയ കാര്യങ്ങൾ എന്താ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് 1215 ഒരു മാഗ്ന കാർട്ടയെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ എന്ന് പറഞ്ഞ ആ ഒരു ഐഡിയ എന്താണ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള സംഭവമാണ്. രണ്ടാമത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1776 ബിൽ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞ നോർത്ത് അമേരിക്ക ആ ഒരു സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയാം, എല്ലാം ഞാൻ ഒന്നും കൂടി പറയാം, ജസ്റ്റ് കേട്ടിരുന്നാ മതി. എടാ, ആരാ മൈക്ക് ഓൺ ചെയ്തടാ? ഒന്ന് ഓഫ് ചെയ്യടാ. ഹലോ മക്കളെ, മൈക്ക് ഓഫ് ചെയ്യടാ. ഓക്കെ ഫൈൻ. ആദ്യം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്ന കാർട്ടയാണ്. ആ മാഗ്ന കാർട്ടയിൽ എന്താണ് പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ ഫ്രീഡത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഐഡിയാസ് ആണ് ഈ ഒന്നാമത്തെ മാഗ്ന കാർട്ടയ്ക്കകത്ത് ഉള്ളത്. അതാണ് ഫസ്റ്റത്തത്. രണ്ടാമത് വരുന്നത് 1776 ബിൽ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക ആ ഒരു ഭാഗത്ത് ആ ഒരു സമയത്ത് എന്താണ് എല്ലാവർക്കും എല്ലാം ഇക്വാലിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എല്ലായിടത്തും എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉറപ്പുവരുത്തണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ ബിൽ ഓഫ് റൈറ്റ് എന്ന് പറഞ്ഞ 1776 ആ ഒരു ബിൽ ഓഫ് റൈറ്റ് നമ്മുടെ ഹ്യൂമൻ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒന്നാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ്. ഒന്നാമതെന്ന് പറയുമ്പോൾ നമ്മുടെ മാഗ്ന കാർട്ടയാണ്. അതിൽ പറഞ്ഞേക്കുന്ന ഫ്രീഡത്തിനെ പറ്റിയിട്ടാണ്. അത് നമ്മുടെ ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1776 നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ബിൽ ഓഫ് റൈറ്റിനെ പറ്റിയിട്ടാണ്. അതിലെന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും യൂണിവേഴ്സിൽ എന്താണ് ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ അടുത്ത 1787 US കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇതേപോലെ തന്നെ എന്താണ് ഹ്യൂമൻ റൈറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംഭവം വരാണ്.
പിന്നെ അടുത്തുള്ളതെന്ന് പറയുമ്പോൾ 1789 എന്താ നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞ റവല്യൂഷൻ. ആ ഒരു റവല്യൂഷനിൽ എന്താണ് എല്ലാവർക്കും സമത്വം സാഹോദര്യം എല്ലാമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് വരാണ്. പിന്നെ അടുത്തുള്ളത് 1946 UN കമ്മീഷനും അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന എന്താ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. അതെ, ഈ മാഗ്ന കാർട്ട, അതേപോലെ തന്നെ ബിൽ ഓഫ് റൈറ്റ്, US കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറഞ്ഞ സംഭവം വരുന്നു. അതിലെന്താ പറയുന്നത്, നമുക്ക് സമത്വം സാഹോദര്യം എല്ലായിടത്തും ഉറപ്പുവരുത്തുക എന്നുള്ള സാധനമാണ് വരുന്നത്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറയുമ്പോൾ 1946 വരുന്ന UN കമ്മീഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ എന്താണ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റിനെ എന്താണ് കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ ഹ്യൂമൻ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇത്രയും നോക്കിയത് കേട്ടോ. ഇത് ക്ലിയർ ആണോ? ഹലോ ഹലോ, ക്ലിയർ ആണ് മനസ്സിലായി. പോയിന്റ്സ് മാത്രം ഓക്കെ. ഇത് ഈ പോയിന്റ്സ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി കേട്ടോ. ഇത് ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ പഠിക്കാണ്ട് പോകരുത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന റൈറ്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ നമുക്ക് എത്ര റൈറ്റ് ആണുള്ളത്? എത്ര റൈറ്റ്സ് ആണുള്ളത്? പറ, എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്? 6 റൈറ്റ്സും പറഞ്ഞേ കേക്കട്ടെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, ഓക്കെ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണങ്ങൾക്കെതിരെയുള്ള അവകാശം, വോട്ടവകാശം, ഭരണപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഓക്കെ. അപ്പൊ നമുക്ക് 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു ഫ്രീഡം, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മൂവ് ചെയ്യാനുള്ള അവകാശമാണ് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, നമ്മൾ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ടു ആളാണ്. ഇപ്പൊ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെതിരായിട്ടുള്ള എക്സ്പ്ലോട്ടേഷൻ കാര്യങ്ങൾക്കെതിരെ ചൂഷണങ്ങൾക്കെതിരായിട്ട് നമുക്ക് പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ആർട്ടിക്കിൾ 21 ആണോ 18 ആണോ അറിയില്ല. ഓക്കെ, അതിനുള്ള അവകാശം. പിന്നെ അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ കാര്യങ്ങൾ. ഓക്കെ, പ്രൈമറി എഡ്യൂക്കേഷനും അതേപോലെ തന്നെ നമുക്കറിയാം 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ഉണ്ട്. രണ്ടാമത് അല്ലാതെ തന്നെ എന്താണ് ബേസിക് ആയിട്ടുള്ള ആ ഒരു ഇതുണ്ട്, എഡ്യൂക്കേഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പൊ നമുക്കത് പോയേ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്റ്സിനെതിരെ കേസ് കൊടുക്കാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്, ഇങ്ങനെയുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ഹ്യൂമൻ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആ ഹെഡിങ് നമ്മൾ നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പം എനിക്ക് ഇതിലുള്ള ഈ ഇത്രയും റൈറ്റിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് നിഷേധിക്കപ്പെട്ടെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 32 പ്രകാരം എന്താണ് നമുക്ക് സുപ്രീം കോടതി പോയിട്ട് കേസ് കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് എനിക്കുള്ള ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ 6 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ എന്താണ് എനിക്ക് എന്റെ ഫ്രീഡമോ അല്ലെങ്കിൽ എന്റെ റിലീജിയസ് ആയിട്ടുള്ള കാര്യമോ എവിടെയെങ്കിലും ലംഘിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് നേരെ ആർട്ടിക്കിൾ 32 പ്രകാരം നേരെ പോയി സുപ്രീം കോടതിയിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഇതിനെയാണ് ഹ്യൂമൻ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. മനസ്സിലായോടാ? മറ്റേ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ പഠിച്ചിട്ടുള്ള ഭാഗമായതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് ഇതിലുള്ള ഈ അവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേരെ പോയിട്ട് അവിടെ പോയിട്ട് സുപ്രീം കോടതി പോയിട്ട് കേസ് കൊടുക്കാനുള്ള അവകാശം ഉണ്ട്. അതാണ് റൈറ്റ് ടു ഹ്യൂമൻ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേണമെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വായിച്ച് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 14 മുതൽ 32 വരെ വരുന്ന ആർട്ടിക്കിൾസ്. അതെ, ഓക്കെ, അതൊന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഈ ആർട്ടിക്കിളുടെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്കുണ്ട്, അതിന് പ്രത്യേക മാർക്കുണ്ട് കേട്ടോ. എഴുതിയില്ലെങ്കിലും മാർക്ക് കിട്ടും, പക്ഷെ എങ്ങനെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അറിയാമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക, അറിഞ്ഞൂടെങ്കിൽ എഴുതി വെച്ച് തെറ്റിക്കണ്ട കേട്ടോ. ഓക്കെ, ഇപ്പൊ പഠിക്കണം കേട്ടോ, അത് പഠിക്കാതിരിക്കരുത് കേട്ടോ. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചാൽ എന്തോന്നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ 1993 ഡെവലപ്പ് ആയത്. എന്താണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് ആളുകളുടെ പ്രൊട്ടക്ട് ചെയ്യുക, ആളുകളുടെ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് എന്താണ് നമ്മുടെ ഈ ഒരു ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുക. അതായത്
1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആളുകളെ സംരക്ഷിക്കുക. അതായത് അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ള കാര്യമാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷനിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പേര് മറന്നുപോയല്ലോ, ഒരു മിനിറ്റ് എടുത്തോട്ടെ. ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ്, വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. പിന്നെ അടുത്ത വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ഈ ഒരു നാഷണൽ എമർജൻസി എന്ന് പറഞ്ഞ എമർജൻസി ടൈം ഉണ്ടല്ലോ, അറിയാലോ. എമർജൻസി അറിയാലോ, നാഷണൽ എമർജൻസി, അടിയന്തരാവസ്ഥ. ഈ അടിയന്തരാവസ്ഥ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് അവിടെ പ്രവർത്തിക്കൂല കേട്ടാ. ഫണ്ടമെന്റൽ റൈറ്റ്സ് 6ഉം അവിടെ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ സമയത്ത് ഈ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, നമുക്ക് എത്ര ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടായാലും അതൊന്നും അവിടെ പ്രവർത്തിക്കില്ല. അപ്പൊ ഇത് അടിയന്തരാവസ്ഥ സമയത്ത് എനിക്ക് റൈറ്റ് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തു പോകാനോ അങ്ങനെ പോകാനുള്ള അവകാശമില്ല. അതാണ് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് ഞാൻ എടുത്ത സമയത്ത്, നിങ്ങളടുത്ത് പറഞ്ഞില്ലേ മറന്നുപോയി എന്ന് പറഞ്ഞില്ല, അത് ആ സാധനമാണ്. അപ്പം അടിയന്തരാവസ്ഥ സമയത്ത് മാത്രം എന്താണ്, ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സും എന്താണ് നമുക്ക് വർക്ക് ആവത്തില്ല. അതിന് മുമ്പാണെങ്കിൽ എന്താ കുഴപ്പമില്ല. അപ്പം കാരണം ആ സമയത്ത് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുക, അതായത് എല്ലാ കാര്യങ്ങളും എക്കോണമിയെ കംപ്ലീറ്റ് എന്താണ് എല്ലാം അടച്ചിട്ടേക്കുക. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒന്നും ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോകാനോ അസോസിയേഷൻ രൂപീകരിക്കാനോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനും നമുക്ക് പറ്റത്തില്ല. എല്ലാം ഒരു കൺട്രോൾഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കില്ല, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും നോക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചാൽ മതി. അല്ല എഴുതി വെക്കണം അങ്ങനെ ഒന്നും അല്ല, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. എപ്പോഴെങ്കിലും നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ അതിൽ ഒരു ഇതെടുക്കാതെ വരുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെയുള്ള അടിയന്തരാവസ്ഥ, യുദ്ധ സമയത്തും അങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കും നമുക്ക് ഇങ്ങനെയുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രവർത്തിക്കാതെ വരുന്നത് കേട്ടോ. അത് നാഷണൽ എമർജൻസി എന്നുള്ള ലെസണിൽ അത് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. അല്ല, ആ പാഠത്തിൽ ഇത് പഠിക്കാനുണ്ട്. അടിയന്തരാവസ്ഥ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല എന്നത് ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി വെച്ചേക്കാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പാൻഡമിക് സമയത്ത് നമ്മൾ അനുഭവിച്ചത് അത് ശരിയാണ്. ആ സമയത്ത് ഒത്തിരി അനുഭവിക്കുന്നുണ്ടായിരുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അടിച്ചോട്ടിക്കും ലാത്തി വെച്ചിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്നില്ലേടാ? എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ എല്ലാവർക്കും? അതൊന്നും വിചാരിക്കണ്ട, എല്ലാം ശരിയാവുമെന്നേ, പേടിക്കണ്ട. ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഉള്ള സമയത്ത് ഇരുന്ന് മാക്സിമം പഠിച്ചു തീർക്കാനായിട്ട് നോക്കുക കേട്ടോ. അനലൈസ് ഇമ്പോർട്ടന്റ് ഓഫ് ഇതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇന്ന് പഠിപ്പിച്ചതില്? ഒരു ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. ആ ഒരു നിങ്ങളുടെ ആ ഗൈഡ് ജസ്റ്റ് നോക്കുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ കുറെ വലിച്ചു വാരി കാണുന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളെ അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനായിട്ടുള്ളൂ. അതാണ് ഞാൻ ഈ ഷോർട്ട് നോട്ടായിട്ട് എഴുതി തരുന്നത്. എനിക്കറിയാം എന്റെ ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, എന്തുവാ പഠിക്കാൻ എളുപ്പല്ലേ ഷോർട്ട് നോട്ട് ആയതുകൊണ്ട്. ഇത് ജസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ലൈക്ക് പെട്ടെന്ന് നമ്മൾ നോക്കുന്ന സമയത്തെ കാര്യങ്ങൾ എന്താന്നുള്ളത് അങ്ങ് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ എഴുതുന്ന സാധനം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇതിലും വായിച്ചിട്ട് മനസ്സിലായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാനുണ്ട്, എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. അതിലൊന്നും കുഴപ്പമില്ല കേട്ടോ. മാക്സിമം എടുത്ത് പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇന്ന് പഠിപ്പിച്ച എല്ലാം ക്ലിയർ അല്ലേ? ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. എന്റെ അടുത്ത് കുറച്ച് പേരെ സംസാരിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എന്റെ അടുത്ത് പിണക്കമാണോ? കുറെ പേരൊന്നും സംസാരിക്കുന്നില്ല, കുറച്ച് പേര് സംസാരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അതില്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ ഉണ്ട്. അപ്പൊ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം എടുത്തതാണോ അപ്പൊ മാഡം പറഞ്ഞത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ നോക്കിയിട്ട് പോയാൽ മതി. ഞാനാ പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. അധികം ഇപ്പൊ ഞാൻ എടുത്ത ഞാൻ ഇതില് ഒരു 23 എന്താ ഞാൻ എടുത്ത 23, 24, 25 ഈ 4 ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഇപ്പൊ ഇതുവരെ എടുത്തതിലുള്ളതിൽ ഇത്രയും മാത്രം നിങ്ങൾ നോക്കും. ഇത്രയും മാത്രമാണ് ഇതിൽ വേണ്ടത്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വേണ്ടത്. ഇത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. പിന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞ സാധനത്തിൽ കൊടുക്കണം. നമ്മുടെ എല്ലാ ചാപ്റ്ററിനും ഉണ്ടടാ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത്രയും കാര്യങ്ങൾ ലൈക്ക് അങ്ങനെയുണ്ട്. അപ്പം
ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇതിനു മുമ്പ് 2-3 അക്കാഡമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു ഇത് വെച്ചിട്ടും കൂടെ ഞാൻ പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ മതി, വേറെ ഇല്ല ഒന്നും വേണ്ട. സാർ എടുക്കുമ്പോഴായാലും ഇങ്ങനെ തന്നെ പറഞ്ഞു തരാറുണ്ട്. സാർ ആ മൊത്തം ക്ലാസ് എടുത്താലും ഇന്ന 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് സാർ എല്ലാ ക്ലാസ്സിലും പറഞ്ഞു തരാറുണ്ട്. ഇത് ഇത്രയും നോക്കിയിട്ട് പോയാൽ മതി. നാളെ നമുക്ക് സമയം വളരെ കുറവാണ്, പക്ഷെ ഇത് നോക്കിയിട്ട് പോവാതിരിക്കരുത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഇന്ന ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ അത് മാക്സിമം നോക്കിയിട്ട് പോണം കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് അത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അത് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. പിന്നെ കുഴപ്പമില്ല, ഇത്രയും കാര്യങ്ങളെല്ലാം. ഇനി അടുത്ത് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം. ഞങ്ങക്ക് ടെക്സ്റ്റ് ഇതുവരെ കിട്ടിയില്ലല്ലോ. ടെക്സ്റ്റ് ഇതുവരെ കിട്ടിയില്ലേ? അയ്യോ, ഈ സംശയം സാറിന് മാത്രമേ പരിഹരിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ടെക്സ്റ്റ് വരും, എനിക്ക് 2 ദിവസമായിട്ടുള്ള എത്തിയിട്ട്. കിട്ടാത്തോണ്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കുഴപ്പമില്ല, അത് വരും, ഉടനെ എത്തും. പിന്നല്ല, കിട്ടിയ ആളുകൾ ഷെയർ ചെയ്ത് എക്സാമിന് മുമ്പേ കിട്ടുമെന്നുള്ളത് അതും സാറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ സംഭവം ഉണ്ടല്ലോ, ജസ്റ്റ് PDF ആയിട്ടോ PPT ആയിട്ടോ PDF ആയിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ എങ്ങാനും ഷെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാം. കിട്ടിയില്ലാത്ത പക്ഷെ ടെക്സ്റ്റ് കണ്ടാലേ ടെൻഷൻ കൂടും. ഓ നെക്സ്റ്റ് ക്ലാസ് എന്നാന്ന് അത് സാറ് പറയൂടാ. ലൈക്ക് സാറ് പറയും മിക്കവാറും നാളെ കാണും. എനിക്ക് എല്ലാം സാറ് പറയൂടാ. ക്ലാസിന്റെ കാര്യമൊക്കെ സാറാ തീരുമാനിക്കുന്നത്. സാറ് പറയും. നിങ്ങക്ക് ഇങ്ങനെ പറയാൻ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് റിവിഷൻ ഉണ്ടാവൂലേ? ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. സാറിന്റെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ട് റിവിഷൻ ഞങ്ങളെ എക്സാമിന് ഒരുക്കി വിടണം. പിന്നല്ല, ഒരുക്കി വിടും. പഠിച്ചു പോയാൽ പാസ്സാവോ? എന്തുവാ? ടെക്സ്റ്റ് കിട്ടാതെ പഠിച്ചു പോയാൽ പാസ്സാവോ? മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റൂടാ. ഇപ്പൊ ഇല്ലാത്ത മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റില്ലേ? ഇപ്പൊ ഉള്ള സാധനം വെച്ചിട്ട് നമ്മൾ മാക്സിമം പഠിക്കുക, ഉള്ള നോട്ട് വെച്ചിട്ട് മാക്സിമം പഠിക്കുക. പറയടാ. മാം, നമ്മുടെ കയ്യിൽ ഗൈഡ് ഉണ്ട്, അത് നോക്കി പഠിച്ചാ പോരെ? മതി. റിസോഴ്സസ് എത്രത്തോളം കുറയുന്നോ അത് അത്രത്തോളം നമുക്ക് നല്ലതാ. കൂടുതൽ റിസോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പഠിക്കാൻ, ഏത് പഠിക്കും എന്നുള്ളൊരു ഇതാ. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പഠിക്കാനായിട്ട് നോക്കിയാൽ വളരെ നന്നായിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാൽ അതേ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മെസ്സേജ് ഇട്ടാലും മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. പറഞ്ഞോ, അടുത്തത് പറ. ടെക്സ്റ്റ് കണ്ടപ്പോഴാണ് തോന്നുന്നത് എന്താ പഠിക്കണ്ടേന്ന്. പേടി മാറാൻ ഒരു വഴി പറഞ്ഞു തരണം. പേടിക്കാണ്ടിരുന്നാ മതി, ഒക്കെ മാറും. എളുപ്പം ഷോർട്ട് നോട്ട് തന്നെയാണ്. ഷോർട്ട് നോട്ട് തന്നെയാണ്. നിങ്ങള് ലൈക്ക് നമ്മളൊരു സാധനത്തിനെ പേടിച്ച് അപ്രോച്ച് ചെയ്യുന്നതിനെക്കാട്ടി നല്ല കൂളായിട്ട് അങ്ങ് പോവാ. പക്ഷെ എന്താണ് എക്സാം മിക്കാറും അറിയാം, നമുക്കറിയാം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് അറിയാം. അപ്പൊ ജസ്റ്റ് അത് വിട്ടേക്ക്, കൂളായിട്ട് പോയി ചെയ്താൽ മതിയടാ. നമുക്ക് പേടിയുള്ള എന്നെ സംബന്ധിച്ച് എനിക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തൊക്കെ പേടിയുണ്ടോ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ത്രില്ലുണ്ട്. അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പേടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു ത്രില്ലുണ്ട്. അപ്പം നിങ്ങളുടെ ഈ അവസ്ഥയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാനും അനുഭവിച്ചത്. എന്റെ 2 വർഷത്തെ കാത്തിരിപ്പാണ് എക്സാം ആയിരുന്നു അത് കഴിഞ്ഞത്. അപ്പോ അതും ജസ്റ്റ് പോയി, 2.5 പോയി. അപ്പൊ അതുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ സർവീസിൽ കയറിയേനെ. അപ്പോ അതെന്റെ 2 വർഷത്തെ കാത്തിരിപ്പാ. അപ്പൊ അത് പോയത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും. പക്ഷെ എന്നാലും കോൺഫിഡൻസ്, ധൈര്യം എന്ന് പറഞ്ഞ സാധനം കുറച്ച് വലുതാണ്. ധൈര്യമായിട്ട് നേരിട്ടാൽ മതി. എന്തായാലും ഞാൻ പാസ്സാവും, ഫുൾ ടൈം ഞാൻ പാസ്സാവും. ഒന്നും പഠിച്ചില്ലെങ്കിൽ ഞാൻ പാസ്സാവും എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. തന്നെ കൊണ്ടൊക്കെ പറ്റും. പിന്നല്ല ഉണ്ടായ ചാപ്റ്റർ വരില്ലല്ലോ. എന്തുവാ? TMA ഉണ്ടായ ചാപ്റ്റർ വരില്ലല്ലോ എക്സാമിന്. അതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണ. TMA ഉണ്ടായ ചാപ്റ്റർ TMAക്കുള്ള ചാപ്റ്റർ എക്സാമിന് ഇല്ലാന്ന് സാറ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ. ആണോ? ഓക്കെ, അപ്പൊ അതില്ല കേട്ടോ. സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണത്തില്ല. അങ്ങനെയുള്ള സംഭവം ഒന്നും കാണത്തില്ല. എന്തായാലും ധൈര്യമായിട്ട് മുമ്പോട്ട് പോടോ, കുഴപ്പമില്ല, എല്ലാം ശരിയാവും. എന്നല്ല, നിങ്ങൾ മലയാളത്തിൽ എഴുതുന്ന ആളുകളാണോ അതോ ഇംഗ്ലീഷിൽ തന്നെയാണോ എക്സാം എഴുതുന്നത്? എല്ലാരും ഇംഗ്ലീഷിലാണോ? മലയാളം എന്തുവാ? മലയാളത്തിൽ ഉണ്ടല്ലേ? മലയാളത്തിൽ എഴുതാൻ പറ്റുമെന്നോ? പറ്റുമല്ലോ. പറ്റും, 2 ലാംഗ്വേജിൽ എഴുതാനായിട്ട് പറ്റും. ഇപ്പോഴേ പക്ഷെ എഴുതി പഠിക്കണം. കാരണം ആ സമയത്ത് ഞാൻ എഴുതിക്കോളാന്ന് പറഞ്ഞു പോവരുത്. ഇപ്പോഴേ എഴുതി പഠിക്കണം. എന്നാലേ ആ സമയത്ത് ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് എഴുതി പഠിക്കാനായിട്ട് നോക്കണം കേട്ടോ.
ഇപ്പഴേ എഴുതി പഠിക്കണം, മാക്സിമം പഠിക്കണം. എന്നാലേ ആ ഒരു സമയത്ത് എന്താ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പഴേ എഴുതി പഠിക്കണം കേട്ടോ. പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? ടെൻഷനായാണ് പോയത്. എക്സാം സൂപ്പറാ. അതാണ്, വെറുതെ നീ ടെൻഷൻ അടിച്ചില്ലേ? എന്തുവാ എക്സാം മീൻസ് ബയോഡാറ്റയെല്ലാം ഭയങ്കര പേടിച്ചിട്ടേനും പോയിന് എക്സാമിന്. പേടിച്ചു പോയി തിങ്ങി. ആടെ പോയി നോക്കുമ്പോ കൂളായി. അതാണ്, ഇതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസിന്റെ എക്സാം. നിങ്ങൾ നല്ല പേടിച്ചിട്ട് പോയി കാര്യമില്ല, കൂളായിട്ട് അങ്ങ് പോകും. അപ്പൊ എക്സാം നല്ല സിമ്പിൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എത്രയോ കാണുന്ന കാര്യമാണല്ലോ. അത് തന്നെ, ലൈക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നതാണല്ലോടോ. നിങ്ങൾക്ക് ഒന്നും കൊണ്ട് പേടിക്കാനില്ല. നിങ്ങൾ ആ NIOSന്റെ സൈറ്റിൽ കയറിയിട്ട് കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓരോ ചാപ്റ്റർ വെച്ച് പഠിച്ചിട്ട് അതിനകത്ത് കയറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസർ ഒക്കെ ഇങ്ങനെ പൊളിറ്റിക്കൽ സയൻസ് ആയാലും ശരി, ഏത് സബ്ജക്ട് ആയാലും ശരി, ഒന്ന് എഴുതാനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എഴുതുക, അത് എന്നിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അവര് വാല്യൂ ചെയ്ത് തരട്ടെ. ടീച്ചേഴ്സിന് നൽകി സാറിന് അയച്ചു എഴുതാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മലയാളം എഴുതി വിചാരിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് അത് ഇംഗ്ലീഷ് എഴുതാം. അങ്ങനെ പറ്റത്തില്ലടാ. ഒരു ക്വസ്റ്റ്യൻ എന്നെ സംബന്ധിച്ച് എനിക്കറിയാന്നുള്ളതെന്ന് വെച്ചാൽ മലയാളത്തിലാണ് നിങ്ങൾ എഴുതി തുടങ്ങി എല്ലാം മലയാളത്തിൽ എഴുതണം. ഇംഗ്ലീഷിലാണ് നിങ്ങൾ എഴുതിയെങ്കിൽ എല്ലാം ഇംഗ്ലീഷിൽ എഴുതണം. നമ്മൾ 10ാം ക്ലാസ്സിൽ എക്സാം ഉണ്ടല്ലോ, ഓപ്ഷൻസ് വരുമ്പോ അത് ഇംഗ്ലീഷിൽ എഴുതിയ കുഴപ്പമില്ലല്ലോ. എന്തുവാ ഓപ്ഷൻ മോഡൽ ഇതുണ്ടാവുമല്ലോ. ഓപ്ഷനിൽ മാത്രം. ഇപ്പം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം. പക്ഷെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും മലയാളത്തിൽ എഴുതാം. ഇതൊന്നും കൂടെ ഒന്ന് ചോദിച്ചു നോക്കി. ഇങ്ങനെയാണ് എനിക്ക് അറിയാന്നുള്ള സാധനം. അങ്ങനെയല്ലേടാ? അങ്ങനെ തന്നെ. അങ്ങനെയല്ലേ? ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയാണ് അല്ല, ഇപ്പൊ മലയാളത്തിലാണ് നീ എഴുതിയെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിൽ എഴുതിയെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അടുത്തൊരു 10 ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതണം. അടുത്ത് ഇംഗ്ലീഷിലോട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിലാണ് നീ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ എഴുതണം. കുഴപ്പമില്ല, ലാംഗ്വേജ് ഒരു സംഭവം അല്ലെന്നേ, നമ്മളൊന്ന് എഴുതിയാൽ മതി. പിന്നെ നോക്കണം, ക്വസ്റ്റ്യൻ മലയാളം നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നിങ്ങൾ നോക്കണം, അത് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. അതാണ് ഞാൻ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സാധനം എഴുതേണ്ടതെന്നുള്ളത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. കേട്ടാ? നമുക്ക് ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിന്റെ മീനിങ് കിട്ടൂല ചിലത്. നമുക്കത് ട്രൈ ചെയ്യാം. സോഷ്യോളജി വാക്കുകൾ ഇംഗ്ലീഷ് വാക്കാ പഠിക്കണം. നമുക്കത് നോക്കാടോ. ലാസ്റ്റ് നമ്മുടെ റിവിഷൻ എന്ന് പറഞ്ഞ സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് പ്രീവിയസ് ഇയർ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിടാം. നിങ്ങൾ നിങ്ങൾ എഴുതി പഠിക്കണം. ഓരോന്നും എടുത്തിട്ട് അതെങ്ങനെ നമുക്ക് എഴുതാന്നുള്ളത് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ വായിച്ചു നോക്കണം. ഒരു ലാംഗ്വേജ് നമുക്ക് അതായത് ഒരു ലാംഗ്വേജ് നമ്മൾ സിമിലർ ആവാനായിട്ട് നമ്മൾ വീണ്ടും അത് വായിച്ചു നോക്കി ഒക്കെ ചെയ്താലേ നമുക്കത് കുറച്ചും കൂടി ആകത്തുള്ളൂ. ഗൈഡ് നന്നായിട്ട് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വായിച്ചു നോക്കുക. അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ വാക്ക് സിമിലർ ആവും കേട്ടോ. അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഇതിൽ എന്തെങ്കിലും ഇംഗ്ലീഷിനും മലയാളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇതിലെ ക്ലാസ് എടുക്കുന്നത്, നോട്ട്സ് ഒക്കെ എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്കത് അത്രയ്ക്കും കുറച്ചും കൂടി നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ തന്നെ മലയാളം നോട്ട്, പ്യുവർ മലയാളം നോട്ട് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ അത് ഞാൻ പ്യുവർ മലയാളം നോട്ട് എഴുതി അയച്ചു തരാം. അപ്പൊ അങ്ങനെ ചെയ്തുതരാം. ഈ മലയാളത്തേക്ക് മാറ്റാൻ ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉണ്ടാവില്ലേ, അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റുമോ? മലയാളത്തിലേക്ക് മാറ്റാൻ പറ്റാത്ത വാക്കുകൾ ഇപ്പം അത് ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. ബ്രാക്കറ്റിൽ എഴുതാം. എന്ന് വെച്ചാൽ അതിലൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ. അല്ല മിസ്, ചെറിയ വേർഡുകളൊക്കെ ഉണ്ടാവില്ലേ, അത് ഇംഗ്ലീഷിൽ എഴുതിക്കൂടെ? എന്താണ് ചെറിയ വേർഡുകളൊക്കെ ഉണ്ടാവില്ലേ? എടാ, ഇംഗ്ലീഷ് വാക്ക് അത് നീ മലയാളത്തിൽ എഴുതണം. ഇപ്പൊ കൺസെപ്റ്റ് എന്നുള്ള വാക്ക് മലയാളത്തിൽ കൺസെപ്റ്റ് എന്ന് ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതണം കേട്ടോ. ബ്രാക്കറ്റിന്റെ നടുക്കായിട്ട് എഴുതാൻ നോക്കണം. അങ്ങനെ ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലികാവകാശങ്ങൾ എഴുതേണ്ടിരും. അത് മൗലികാവകാശം കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തീരെ പറ്റാത്തൊരു വാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അതിന്റെ മലയാളത്തിൽ എഴുതണം. എന്ന് വെച്ചാൽ ആ ഒരു ഇത് ഇപ്പൊ കൺട്രോൾ എന്ന് പറഞ്ഞ വാക്കാണ് ഇൻട്രോൾ എന്നിങ്ങനെ മലയാളത്തിൽ എഴുതിട്ട് ബ്രാക്കറ്റ് ഇടണം കേട്ടോ. അങ്ങനെ നമുക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഒരു എത്രയോ വാക്കുകൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തോ എനിക്ക് അക്കൗണ്ടൻസിന്റെ ക്ലാസ് ഉണ്ട്, ഞാൻ പോട്ടെട്ടാ. ഓക്കെ, ശരിയാടാ, ശരി, ബൈ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. സോ നിങ്ങൾക്ക് ക്ലാസ് ഇല്ലേ ആർക്കും?
ഓക്കെ, ക്ലാസ് ഉള്ളവർ പറ്റോ, വേറെ ഉള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇരുന്നോ, ഉള്ളവർ ഇട്ടോ. സോ വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു നോക്കി, ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ കുഴപ്പമില്ല, ആ ഒരു ലാസ്റ്റ് സമയമൊക്കെ ആവുന്ന സമയത്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ എക്സാം നമുക്ക് അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു ഇതൊക്കെ കിട്ടും. നിങ്ങൾക്ക് മോഡൽ എക്സാം തുടങ്ങിയായിരുന്നോ? പേപ്പർ ഇട്ടിന്. പേപ്പർ കിട്ടീനാ? പേപ്പർ കിട്ടിയോ? പേപ്പർ അയച്ചു മോഡൽ പേപ്പറിന്റെ. ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നോ? ആ എഴുതിയായിരുന്നോ? എഴുതിയിട്ടില്ല, അത് നോക്കിട്ട് പഠിക്കും. ഓക്കെ മാക്സിമം അതൊക്കെ എഴുതി. എല്ലാവരും ഞാൻ പറയുന്ന വെച്ചാൽ എഴുതി പഠിക്കാനാ പറയുന്നത് കേട്ടോ. എല്ലാവരും എഴുതി പഠിക്കണം. എഴുതി പഠിക്കാൻ പറയുന്ന വെച്ചാൽ ആ സമയത്ത് പെട്ടുപോകും. എന്തോ എഴുതുന്നില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും എഴുതി പഠിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ എന്നാ എന്തുണ്ടെങ്കിലും ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ മതി. മലയാളം നോട്ട് വേണമെന്നുള്ളവര് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. എന്റെ നമ്പർ അതിനകത്ത് കാണും. ഇതാണ് എന്റെ നമ്പർ കേട്ടോ. അതിനകത്ത് ഉണ്ട്, ഇതാ ഒന്നുകൂടി തരാം. വാട്സപ്പ് ആണ് കേട്ടോ. നമ്പർ 92 80 43 77. മലയാളം നോട്ട് വേണമെന്നുള്ളവർക്ക് മെസ്സേജ് ഇട്ടാൽ അത് ഞാൻ അയച്ചെടുക്കാം കേട്ടോ. അപ്പൊ എന്നാ ശരി കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ മാം.
ക്ലാസ് എത്ര മണിക്കാണ്? ആരും കാണുന്നില്ലല്ലോ.